ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയ തലവനായിരുന്നു പാബ്ലോ എസ്കോബാർ. തന്റെ എണ്ണിയാലൊടുങ്ങാത്ത പണം കാട്ടിലെ വലിയ കുഴികളിലും വീടിന്റെ ഭിത്തികളിലും സ്വന്തം അമ്മയുടെ സോഫയിൽ വരെ അവൻ ഒളിപ്പിച്ചു. പണം വയ്ക്കുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ അവനൊരു അക്കൗണ്ടന്റിനെ വരെ വെച്ചിരുന്നു. സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർക്ക് $1,00,000 വീതം നൽകിയും സ്കൂളുകൾ പണിതും അവൻ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറി. ഇതിലൂടെ അവൻ കൊളംബിയയുടെ പ്രസിഡന്റാകുന്നതിന് തൊട്ടടുത്തുവരെ എത്തി. തുടക്കത്തിൽ സാധാരണ കള്ളക്കടത്ത് ചെയ്തിരുന്ന പാബ്ലോ കൈക്കൂലി ചോദിക്കുന്ന പോലീസുകാരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവരെ വരുതിയിലാക്കിയിരുന്നത്. പിന്നീട് കോക്രോച്ച് എന്നൊരാളിലൂടെ അവൻ വലിയ ലാഭമുള്ള കൊക്കെയിൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ആദ്യം കാറിന്റെ ടയറുകളിൽ ഒളിപ്പിച്ചാണ് അവൻ മയക്കുമരുന്ന് കടത്തിയിരുന്നത്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കാൻ പാബ്ലോ ലയൺ എന്നൊരു വിശ്വസ്തനായ അമേരിക്കക്കാരനെ കണ്ടെത്തി. ലയൺ തന്റെ സ്യൂട്ടിലും മറ്റും ഒളിപ്പിച്ച് യാതൊരു സംശയവുമില്ലാതെ വിമാനമാർഗം മിയാമിയിൽ മയക്കുമരുന്ന് എത്തിച്ചു. ബിസിനസ് വളർന്നപ്പോൾ അതിർത്തിയിലെ പോലീസിന്റെ കണ്ണ് വെട്ടിക്കാൻ ഉരുളക്കിഴങ്ങ് ചാക്കുകൾ നിറച്ച വലിയ ട്രക്കുകളുടെ ടയറുകളിൽ ഒളിപ്പിച്ച് പാബ്ലോ ഒറ്റത്തവണ ടൺ കണക്കിന് മയക്കുമരുന്ന് കടത്തി. വിമാനത്താവളത്തിലെ ജീവനക്കാർക്ക് കൈക്കൂലി നൽകി അവരുടെ ബ്രീഫ് കേസുകളിലും അവർ മയക്കുമരുന്ന് കടത്തി. ഇതിലൂടെ അവൻ അവിശ്വസനീയമായ സമ്പത്തിനുടമയായി മാറി.